ഇന്നേ ഞാൻ വന്നേക്കുന്നത് എന്നാണെന്നറിയാമോ? എൻ്റെ കയ്യിലുള്ള കുറച്ച് മണി പ്ലാന്റുകളെ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ്. കുറേയേറെ സൈസ് വെറൈറ്റി മണി പ്ലാന്റുകളുണ്ടെങ്കിലും എന്നാലും നമ്മുടെ കയ്യിലൊക്കെ സർവ്വസാധാരണമായി കാണുന്ന കുറച്ച് മണി പ്ലാന്റുകളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഈ മണി പ്ലാന്റിന് കടുത്ത പച്ച കളറാണ് ഉള്ളത്. ഇടയ്ക്ക് ചില ഇലകളിൽ മഞ്ഞ കളർ അല്ലെ ക്രീം കളറ് കയറി വരുന്നുണ്ട്. ഇതിൻ്റെ ഇലകൾ വളരെ ചുരുണ്ടാണ് ഇരിക്കുന്നത്. നമ്മൾ അതിൻ്റെ മുകളിൽ കൂടെ കൈ ഇങ്ങനെ ഓടിക്കുമ്പോൾ നല്ല സൗണ്ട് കേൾക്കാം കേട്ടോ. അപ്പം മണി പ്ലാന്റുകളിൽ ഈ പ്ലാന്റിന് മാത്രമേ ഞാൻ അങ്ങനെ ഒരു സംഭവം മനസ്സിലാക്കിയിട്ടുള്ളൂ. മറ്റുള്ള സാധാ മണി പ്ലാന്റുകളൊന്നും അങ്ങനെ ശബ്ദമൊന്നും കേൾക്കാറില്ല. എന്നാൽ ഇതൊരു പ്രത്യേക വെറൈറ്റി ഒരു മണി പ്ലാന്റാണ്. ഇതൊത്തിരി ബുഷിയായിട്ട് വളർത്തണമെങ്കിൽ ഇച്ചിരി സമയമെടുക്കും. കാരണം ഇതിൻ്റെ ഇലകൾ ചുരുണ്ടിരിക്കുന്നതുകൊണ്ട് മറ്റുള്ള മണി പ്ലാന്റുകളുടെ ഇല നല്ലതായിട്ട് വിടർന്നിരിക്കുന്നുണ്ട്. കുറച്ച് പ്ലാന്റ് വളർന്നു കഴിയുമ്പോൾ അത് നല്ല ബുഷിയായിട്ടിരിക്കും. ഇത് ഇച്ചിരി സമയമെടുത്താണ് ഞാൻ ഇതുപോലെ ഇത്രയും ബുഷിയാക്കി എടുത്തിരിക്കുന്നത്. കാണുവാൻ വളരെ ഭംഗിയുള്ള ഒരു മണി പ്ലാന്റ് ആയതുകൊണ്ട് അധികം ആൾക്കാരുടെ കയ്യിലില്ലാത്തൊരു വെറൈറ്റിയാണിത്. ഇപ്പം പക്ഷേങ്കിൽ ഒട്ടുമുക്കാലും ചെടി വളർത്തുന്നവരുടെ കയ്യിൽ ഇത് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഭംഗി കണ്ടുകൊണ്ട് ഞാൻ വാങ്ങിച്ചതാണ്. നല്ലൊരു പ്ലാന്റാണ് ഇത്. ഈ പ്ലാന്റ് ഇങ്ങനെ നീളത്തിൽ വളർന്നു പോയാൽ അതിനൊരു ഭംഗിയില്ല. അതിൻ്റെ അത് നല്ല ബുഷിയായിട്ട് നിന്നാലേ അതിന് കുറച്ചെങ്കിലും ഒരു ഭംഗി വരുള്ളൂ. പിന്നെ ഫോട്ടോയിലും വീഡിയോയിലും ഒക്കെ കാണുന്നതിനേക്കാട്ടിലും ഭംഗി നേരിൽ കാണുവാനും ആണ് കേട്ടോ. അധികം ഭംഗിയുള്ള ഈ മണി പ്ലാന്റ് അധിക വിലയൊന്നും ആകത്തില്ല. ചെറിയൊരു പൈസയേ ആയിട്ടുള്ളൂ. അങ്ങനെയാണ് ചെറിയൊരു തണ്ട് വാങ്ങിച്ചു വെച്ചത്. ഇപ്പം ഇഷ്ടം പോലെയായി കേട്ടോ. ഈ മണി പ്ലാന്റ് എല്ലാവരുടെയും വീട്ടിൽ ഉള്ളതാണ്. ചെറിയ ഇലയായിട്ട് ബുഷിയായിട്ട് വളർന്നു വരുന്ന ഒരു മണി പ്ലാന്റാണിത്. ഇതിനെ പല രീതിയിൽ ആൾക്കാർ വളർത്തുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് ബുഷിയായിട്ട് നിൽക്കുന്നത് കാണാനും ഒത്തിരി ഭംഗിയാണ്. ഇതിൻ്റെ ഒരു ചെറിയ തണ്ട് ഞാൻ വാങ്ങിച്ചു വെച്ചതാണ്. ഇത് നിറയെ ആയിട്ടുണ്ട്. ഇപ്പം ഒത്തിരി ഭംഗിയില്ലേ ഇത് കാണാനായിട്ട്? അതാണെന്നേ എനിക്കതാ ഒത്തിരി ഇഷ്ടം മണി പ്ലാന്റിനോട്. നല്ലൊരു പച്ചപ്പാണ് നമുക്ക് ഇതിനെ കാണുമ്പോൾ നമ്മുടെ മനസ്സിനും ഉണ്ടാകുന്നത്. മണി പ്ലാന്റ് വെള്ളത്തിൽ വളരും കേട്ടോ. പക്ഷേ വെള്ളവും ചള്ളയും കൂടെ നിന്ന് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് അഴുകിപ്പോകുന്നതായിട്ടും കാണാൻ കഴിയുന്നുണ്ട്. ഒന്നീ മണ്ണിൽ തന്നെ വളർത്തുക, അല്ലെങ്കിൽ വെള്ളത്തിൽ തന്നെ വളർത്തുക. നല്ലതായിട്ട് ഇതിനെ ഏത് രീതിയിൽ വേണമെങ്കിലും നമ്മുടെ ഡൈനിങ് ടേബിളിലും ചെറിയ ടീപ്പോയിലും ഒക്കെ വെക്കാനായിട്ട് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റാണ് മണി പ്ലാന്റ്. ശരിക്കും പൂക്കളുള്ള പ്ലാന്റിനെക്കാട്ടിലും നല്ലത് എപ്പോഴും ഇല പ്ലാന്റുകൾക്കാട്ടോ. അതിൻ്റെ ഇലകൾ എപ്പോഴും നല്ല ഫ്രഷായിട്ട് തന്നെ നിൽക്കും. അതിൻ്റെ ഇലകൾ അങ്ങനെ പെട്ടെന്ന് വാടിപ്പോകാറും ഇല്ല. പൂക്കൾ തരുന്ന പ്ലാന്റുകളാണെങ്കിൽ അതിൻ്റെ പൂവിൻ്റെ സീസൺ കഴിയുമ്പം മിക്കവാറും ആ ഒന്നേൽ വാടിപ്പോകും. അല്ലെങ്കിൽ നമ്മളത് ശരിക്കും പ്രൂണിങ് ചെയ്ത് കൊടുക്കണം. അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളുണ്ട്. ഇതിനിങ്ങനെയുള്ള വിഷയങ്ങളൊന്നുമില്ല. ഇതിൻ്റെ ചെറിയ കിളിർപ്പുകളൊന്ന് പൊട്ടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇടയ്ക്കൊന്ന് ഇഷ്ടം പോലെ കിളിർപ്പുകൾ വേറെ ഉണ്ടാവും. അങ്ങനെ ബുഷിയായിട്ട് മണി പ്ലാന്റുകൾ വളർത്തിയെടുക്കാൻ പറ്റിയൊരു പ്ലാന്റാണ്. ഈ പോട്ടിലിരിക്കുന്ന മണി പ്ലാന്റ് ഒത്തിരി വളർന്ന് താഴോട്ട് ഹാങ്ങിങ് പോലെ ആയിപ്പോയായിരുന്നു. ഇതിനെ ബുഷിയായിട്ട് എടുക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. ഇതിന് ഞാൻ പച്ച ഈർക്കിലി അല്ലെങ്കിൽ ഉണങ്ങിയ ഈർക്കിലി അധികം ചീകി കളയാതെ അത് ഈർക്കിലി എടുത്തിട്ട് നല്ല ഇച്ചിരി നീളത്തിൽ അത് നടുവേ ഒടിച്ചിട്ട് അത് ഈ മണി പ്ലാന്റിൻ്റെ എല്ലാ വള്ളികളും പിടിച്ച് വട്ടത്തിൽ അത് ആക്കി അതിൻ്റെ അകത്ത് സെറ്റ് ചെയ്തിട്ട് ഇത് ഈ കമ്പ് കൊണ്ട് കുത്തി അതിനകത്ത് ഇറക്കും. അപ്പോൾ നല്ല സെറ്റായിട്ട് മുറുകി അത് അവിടെ ഇരിക്കും. അതിനു മുമ്പ് ഞാനൊരു കാര്യം ചെയ്യും. ഇതിങ്ങനെ കിടക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ അകത്ത് ബുഷിയായിട്ട് നിൽക്കാനായിട്ടാണ് നമ്മളിതിങ്ങനെ ചെയ്യുന്നത്. അത് അങ്ങനെ ചെയ്യുന്നതിന് മുമ്പ് തന്നെ അല്പം ചാണകപ്പൊടിയും കുറച്ച് മണ്ണും കൂടി ഇട്ട് കൊടുത്തിട്ട് വേണം ഇത് ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് നമ്മൾ ഈ കുത്തി വെക്കുന്ന എല്ലാ ഭാഗത്തു നിന്നുള്ള നല്ല വേരുകൾ ഇതിലേക്ക് ആഴമായിട്ട് ഇറങ്ങുകയും നല്ല ബുഷിയായിട്ട് തന്നെ ഈ പ്ലാന്റ് വളർന്നു വരികയും ചെയ്യും. അങ്ങനെയാണ് ഞാൻ പ്ലാന്റുകളെല്ലാം ബുഷിയാക്കി എടുക്കുന്നത്. അപ്പോൾ ആദ്യമേ ഇത് വളർന്നു വരുമ്പോൾ ചിലപ്പം ഒരു 10 കമ്പുകൾ ഇതിനകത്ത് അല്ലെങ്കിൽ 10 പീസുകൾ ഇതിനകത്ത് കുഴിച്ച് വെച്ചെങ്കിൽ എല്ലാം ഒന്നും പിടിക്കണമെന്നില്ല കേട്ടോ. ചിലപ്പോൾ ഒരു സൈഡിൽ മാത്രം എല്ലാം പിടിക്കും. ചിലപ്പം ഒരു വശത്തെ മുഴുവൻ അഴുകിപ്പോവും. അങ്ങനെ അപ്പോൾ ആ വളർന്നു വന്നു കഴിയുമ്പം ഇത് വട്ടത്തിലൊന്ന് അത് എവിടെയാണ് സ്പേസ് കിടക്കുന്നത് അവിടോട്ട് ഈ തൂങ്ങി കിടക്കുന്ന വള്ളികൾ പിടിച്ച് വട്ടത്തിൽ ഇതിനകത്തിട്ട് ഈ ഈർക്കിൽ ഇങ്ങനെ വളച്ചിട്ട് കുത്തി കൊടുക്കുകയാണ് ഞാൻ സാധാരണ
സാധാരണ ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ റിസൾട്ട് പെട്ടെന്നാണ് വരുന്നത് കേട്ടോ. നമ്മൾ കുത്തി വെച്ച് കഴിഞ്ഞ് അത് പിന്നെ അതിൻ്റെ ആ ക്ലിർപ്പിൻ്റെ അവിടെ ഒന്ന് ഒടിച്ചുകൂടെ കൊടുക്കുകയാണെങ്കിൽ എല്ലാ മൊട്ടുകളിൽ നിന്നും ലീഫ് വന്നിരിക്കുന്ന എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ഇഷ്ടം പോലെ ശിഖരങ്ങൾ പൊട്ടി വരുന്നതാണ്. ഇത് നല്ല ബുഷിയായിട്ട് മണി പ്ലാന്റ് വളർന്നു വരികയും ചെയ്യും. നിങ്ങൾ വിചാരിക്കും ഞങ്ങളുടെ പറമ്പുകളിൽ അല്ലെ മുറ്റങ്ങളിൽ ഇത് വെറുതെ അല്ലേ കയ്യാലകളിൽ കയറി ചുമ്മാതെ ഇത് കിടക്കുന്നുണ്ട് ഇഷ്ടം പോലെയെന്ന്. പക്ഷേ ഉണ്ടായിരിക്കാം. പക്ഷേ അതിനെ പറിച്ച് വെച്ച് ഒരു ബുഷിയായിട്ട് ഒരു പൊടി വളർത്തിയിട്ട് നല്ലൊരു വെള്ള പോട്ടിൽ അതിനെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് നമ്മുടെ സിറ്റൗട്ടിലോ നമ്മുടെ റൂമുകളിലോ ഒന്ന് വെച്ച് നോക്കിക്കേ, എന്ത് ഭംഗിയാണെന്നറിയോ. അത് കാണുമ്പം നമ്മുടെ മനസ്സിന് നല്ലൊരു സന്തോഷം തോന്നും. അതുമല്ല നല്ലൊരു പച്ചപ്പ് അല്ലെങ്കിൽ നല്ലൊരു ആ ഇലകളുടെയൊക്കെ ഒരു ഭംഗി അത് എപ്പോഴും നല്ല ഫ്രഷായിട്ട് തന്നെ മണി പ്ലാന്റ് നിൽക്കും. അതൊരു നല്ലൊരു ഭംഗിയുള്ളൊരു കാഴ്ച തന്നെയാണ്. പിന്നെ വേറൊരു രസമെന്ന് പറഞ്ഞാൽ മണി പ്ലാന്റ് വളർത്തിയാൽ നമ്മുടെ വീട്ടിൽ ഇഷ്ടം പോലെ പണം ഉണ്ടാകുമെന്നും അല്ലെ അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ പറയുന്നത് കേൾക്കാം. അതൊക്കെ വെറുതെയാണ് കേട്ടോ. അങ്ങനെയൊന്നും പണം കൂടുമോ അല്ലെ അങ്ങനെ വലിയ സംഭവമൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഇപ്പോൾ എല്ലാവരും മണി പ്ലാന്റ് വളർത്തുന്നവരെല്ലാം പണക്കാരായി ഇനി അങ്ങനെയൊന്നുമില്ല. പക്ഷേങ്കിൽ അതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ കാര്യങ്ങൾ പറയാൻ അറിയത്തില്ല. എന്തായാലും ഒത്തിരി വെറൈറ്റി ഏതെല്ലാം സൈസിലെ ഒരു ഒട്ടുമുക്കാലും മണി പ്ലാന്റുകൾ എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ ഇതുവരെ അങ്ങനെയുള്ള അനുഭവം ഉണ്ടായിട്ടില്ല. പക്ഷേങ്കിൽ ഇത് തരുന്ന പോസിറ്റീവ് എനർജി ഒന്ന് വേറെ തന്നെയാണ്. അത് നമുക്ക് പറയാതിരിക്കാനായിട്ട് പറ്റത്തില്ല. അപ്പം നമ്മൾ പണം ഉണ്ടാവുമെന്നും കൊണ്ട് ഇതിനെ വളർത്തണ്ട. പക്ഷേങ്കിൽ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പ്ലാന്റ് നമ്മുടെ വീട്ടിൽ എപ്പോഴും കാണും. അല്ലെങ്കിൽ അധികം കെയറിങ് കൊടുക്കാതെ നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു പ്ലാന്റ് എന്നുള്ള രീതിയിൽ മണി പ്ലാന്റ് ഏറ്റവും നല്ലൊരു പ്ലാന്റ് തന്നെയാണ്. മണി പ്ലാന്റ് വളർത്തുന്നതിന് ഒത്തിരി കെയറിങ് ആവശ്യമില്ല എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ കെയറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള പ്ലാന്റുകളെ വളർത്തുന്ന പോലെ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ മണി പ്ലാന്റുകൾക്ക് ചിലപ്പോൾ ചില രീതികളിലുള്ള അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. ഏലപ്പൻ പോലത്തെ അസുഖങ്ങളൊക്കെ വരാറുണ്ട്. ചിലപ്പോൾ അത് വെള്ളം നമ്മൾ കൃത്യസമയത്ത് കൊടുത്തില്ലെങ്കിൽ അത് വാടിപ്പോകാറുണ്ട്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. എന്നാലും മറ്റുള്ള ചെടികൾക്ക് കൊടുക്കുന്ന പോലുള്ള വലിയ കെയറിങ് ഒന്നും ഈ പ്ലാന്റിന് വേണ്ട. പക്ഷേങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു 3-4 മാസം കൂടുമ്പോൾ അല്പം ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കണം. അത് കഴിയുമ്പം വീടിൻ്റെ അകത്ത് വെച്ചിരിക്കുന്ന പ്ലാന്റ് ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അതിനെ എടുത്ത് പുറത്ത് വെക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം കേട്ടോ. അങ്ങനെയൊക്കെ ചെയ്താലേ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് നമ്മുടെ റൂമുകളിൽ നമുക്ക് വയ്ക്കാനായിട്ട് കഴിയുള്ളൂ. ഈ പ്ലാന്റ് ഞാൻ കുറച്ചേറെ പ്ലാന്റിൻ്റെ അകത്ത് കുഴിച്ച് വെച്ചതാണ്. എന്നാൽ അതിൻ്റെ ഒരു സൈഡിൽ മാത്രമേ പ്ലാന്റുകൾ കിളിർത്തിട്ടുള്ളൂ. മറ്റുള്ള പ്ലാന്റുകളൊക്കെ അഴുകിപ്പോയി. അപ്പം കിളിർത്ത് വന്ന ആ പ്ലാന്റുകൾ ഞാൻ ഇതിൻ്റെ അകത്തോട്ട് നല്ലതായിട്ട് വളച്ച് വെച്ച് കൊടുത്ത് ഈ പോട്ട് ബുഷി പോട്ടാക്കി മാറ്റുന്നത് കാണാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പ്ലാന്റുകളെല്ലാം ബുഷി പോട്ടുകളാക്കി വെക്കുന്നത്. മണി പ്ലാന്റുകൾക്കൊന്നും അധികം റേറ്റുകളൊന്നും ഇല്ല കേട്ടോ. ഇനിയും എവിടെയെങ്കിലും പറമ്പിൽ കിടക്കുന്നതാണെങ്കിലും അതിൻ്റെ 2-3 കമ്പുകൾ നല്ല ചെറിയ വള്ളികൾ നമ്മൾ മുറിച്ചുകൊണ്ട് വന്ന് നമ്മുടെ ഒരു ചെറിയൊരു പോട്ടിനകത്ത് 3-4 എണ്ണമായിട്ട് മുറിച്ച് വെച്ചാൽ മതി. നല്ല ബുഷിയായിട്ടത് വളർന്നു വരും. അപ്പോൾ കാണാൻ നല്ല രസമില്ലേ? എൻ്റെ മണി പ്ലാന്റുകളൊക്കെ ഞാൻ പിടിപ്പിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. ഇനിയും കുറച്ച് വെറൈറ്റി മണി പ്ലാന്റുകളുണ്ട്. അപ്പോൾ ഇന്നത്തെ പരിപാടി ഇതൊക്കെയായിരുന്നു. പിന്നെ ഒരു കാര്യം വിട്ടുപോയത് എന്താണെന്നറിയാമോ? ഞാനത് ചെയ്യാറുള്ളതാണ്. പക്ഷേ ഈ അടുത്ത കാലങ്ങളിലാണ് ഞാനത് ചെയ്തു തുടങ്ങിയത്. അത് ആദ്യം ഞാൻ കണ്ടപ്പോൾ ഞാനും ചിന്തിച്ചു, ഇത് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട ആവശ്യകതയുണ്ടോ? ഇത്രയും നല്ലതായിട്ട് പ്ലാന്റ് വളരുമോ എന്നൊക്കെ ഞാൻ വിചാരിച്ചു. എന്താണെന്നറിയണോ? നമ്മൾ ഉപയോഗിക്കുന്ന പാൽ 1 സ്പൂൺ എടുത്തിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയോ തളിച്ചു കൊടുക്കുകയോ ഒക്കെ ചെയ്താൽ മതി. വളരെ ഹെൽത്തി ആയിട്ട് ഈ പ്ലാന്റ് വളരുന്നത് കാണാം. ഇനിയും 1 സ്പൂൺ പാൽ കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ എടുക്കുന്ന പാത്രം ഉണ്ടല്ലോ, അത് കഴുകി അല്ലെങ്കിൽ കവറാണെങ്കിലും അത് കഴുകി ഈ പ്ലാന്റിൻ്റെ മുകളിലോട്ട് ഒഴിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു വളമാണ് അതിന് കേട്ടോ. അതിന് നല്ല ഭംഗിയിലത് വളർന്നു വരുന്നതായിട്ട്, പെട്ടെന്ന് നല്ല കരുത്തോടെ വളരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അങ്ങനെ ഞാൻ ഇടയ്ക്ക് എപ്പോഴും ചെയ്യാറില്ല, വല്ലപ്പോഴുമൊക്കെ ഞാൻ അങ്ങനെ ചെയ്തു കൊടുക്കാറുണ്ട് കേട്ടോ. നമ്മുടെ വീട്ടിൽ സ്ഥിരം നമ്മൾ പാലൊക്കെ മേടിക്കുന്നവരല്ലേ. അപ്പോൾ അങ്ങനെ ഒരു പരീക്ഷണം ചെയ്തു നോക്ക്. നിങ്ങളുടെ വീട്ടിൽ നിൽക്കുന്ന പ്ലാന്റുകൾ നല്ല ബുഷിയായിട്ട് വളരുകയും ചെയ്യും. അത് തന്നെ കൊടുത്തിട്ട് കാര്യമില്ല, ചാണകപ്പൊടിയൊക്കെ ഇടയ്ക്കിട്ട് കൊടുക്കണം കേട്ടോ. അങ്ങനെയാണെങ്കിലേ നല്ലതായിട്ട് ഹെൽത്തി ആയിട്ടൊക്കെ പ്ലാന്റ് വളരത്തുള്ളൂ. അപ്പോൾ ഇതൊക്കെ കൊടുത്താണ് ഞാൻ എൻ്റെ മണി പ്ലാന്റ് വളർത്തുന്നത്.
അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവർ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ.